എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി 2026 നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിറ്റിയിലുള്ള ഹോം റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്റ്റുഡിയോ ക്വാളിറ്റി കണ്ടൻസർ മൈക്രോഫോണുകളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ 6 മോഡൽ കണ്ടൻസർ മൈക്രോഫോണുകളാണ് പരിചയപ്പെടുന്നത്. വളരെ ഫെമിലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ഇറക്കിയിട്ടുള്ള കണ്ടൻസർ മൈക്രോഫോണുകളാണ് ഈ മോഡലുകൾ. ഒരു 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഈ മോഡലുകൾ കുറച്ചധികം മോഡലുകളുടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന 6ാമത്തെ മൈക്രോഫോൺ സാംസങ് ടെക്നോളജീസിൻ്റെ 01 XLR ലാർജ് കണ്ടൻസർ മൈക്രോഫോണാണ്. ഇതൊരു യൂണി ഡയറക്ഷൻ മൈക്രോഫോണാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന ഒരു കണ്ടൻസർ മൈക്രോഫോണാണിത്. ഇന്നത്തെ വില ഏകദേശം 6500 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റൽ മെഷാണ്. അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ബോഡി, ഒരു ഷെല്ലും ഉണ്ട്. കാർഡിയോഡ് പിക്കപ്പ് പാറ്റേൺ മൈക്രോഫോണാണ്. 19mm ലാർജ് ഡയഫ്രമാണ് ഇതിൽ വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് XLR കണക്ടറുണ്ട്. സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസാണ്. 48 വോൾട്ട് ഫാൻറ്റം പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനായി LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കമ്പനി അവകാശപ്പെടുന്നത് 20 ഹെർട്സ് മുതൽ 18 കിലോ ഹെർട്സ് വരെയാണ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് 200 ohms ആണ്. മൈക്ക് ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു ഹുക്കും അതുപോലെ തന്നെ ഒരു നല്ല ഫൈബർ കേസിങ്ങും ഈ പാക്കേജിലുണ്ട്. ഈ ലിസ്റ്റിലെ 5ാമത്തെ മൈക്രോഫോൺ എന്ന് പറയുന്നത് ബെറിങ്ങർ ബ്രാൻഡിൻ്റെ C3 മൈക്രോഫോണാണ്. സാംസങ് മൈക്രോഫോണോട് സാദൃശ്യമുള്ള ഒരു ബോഡി തന്നെയാണ് വരുന്നത്. സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നുള്ള ഒരു ഹുക്കോട് കൂടിയാണ് വരുന്നത്. വില ഏകദേശം 6900 രൂപയോളമാണ്. ഒരു കോമ്പാക്ട് ഫൈബർ ബോക്സും ഇതോടൊപ്പം ലഭ്യമാണ്. ഇത് പ്രഷർ ഗ്രേഡിയൻ പ്രിൻസിപ്പളിനെ ആധാരമാക്കി വർക്ക് ചെയ്യുന്ന ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. 16mm സൈസിലുള്ള ഒരു ഡയഫ്രമാണ് വരുന്നത്. കാർഡിയോഡ് ഫിഗർ 8 ഒമിനി ഡയറക്ഷണൽ പാറ്റേണുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണിത്. കമ്പനി അവകാശപ്പെടുന്ന ഫ്രീക്വൻസി റേഞ്ച് 40 ഹെർട്സ് മുതൽ 18 കിലോ ഹെർട്സ് വരെയാണ്. മാക്സിമം SPL 142 ഡെസിബൽ ആണ്. ഇംപെഡൻസ് എന്ന് പറയുന്നത് 350 ohms ആണ്. അതുപോലെ തന്നെ ഈ മൈക്രോഫോണിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് 119 dB ആണ്. ഈ മൈക്രോഫോണും നമുക്ക് XLR കേബിൾ വഴി ഓഡിയോ ഇൻ്റർഫേസുമായി കണക്ട് ചെയ്യാവുന്നതാണ്. 4ാമതായി വരുന്നത് ഓഡിയോ ടെക്നിക്ക ബ്രാൻഡിൻ്റെ AT2020 കാർഡിയോഡ് കണ്ടൻസർ സ്റ്റുഡിയോ മൈക്രോഫോണാണ്. ഇന്നത്തെ വില ഏകദേശം 8900 രൂപയാണ്. സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു കണക്ഷൻ ഹുക്കോട് കൂടിയാണ് വരുന്നത്. ഒപ്പം മൈക്രോഫോൺ സേഫായി സൂക്ഷിക്കുന്നുള്ള ഒരു പൗച്ച് നമുക്ക് ലഭ്യമാണ്. ഫിക്സഡ് ചാർജ് ബാക്ക് പ്ലേറ്റ് പെർമനൻ്റ്ലി പോളറൈസ്ഡ് കണ്ടൻസർ മൈക്രോഫോണാണിത്. ഇതിൻ്റെ പിക്കപ്പ് പാറ്റേണായി വരുന്നത് കാർഡിയോഡാണ്. 20 ഹെർട്സ് മുതൽ 20000 കിലോ ഹെർട്സ് വരെയുള്ള ഒരു ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് 100 ohms ആണ്. മാക്സിമം ഇൻപുട്ട് സൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 144 dB SPL ആണ്. നോയ്സ് ലെവൽ എന്ന് പറയുന്നത് 20 dB SPL ആണ്. ഡൈനാമിക് റേഞ്ചായി പറഞ്ഞത് 124 dB 1 കിലോ ഹെർട്സ് അറ്റ് മാക്സിമം SPL ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇസ് 74 dB 1 കിലോ ഹെർട്സ് അറ്റ് 1 PA. ഇതിൻ്റെ റിക്വയർഡ് പവർ എന്ന് പറയുന്നത് ഫാൻറ്റം പവറായ 48 വോൾട്ട് DC 2 milliamps ആണ്. ഈ ലിസ്റ്റിലെ അടുത്ത മൈക്രോഫോൺ എന്ന് പറയുന്നത് ലെവിറ്റ് ബ്രാൻഡിൻ്റെ LCT240 Pro കാർഡിയോഡ് കണ്ടൻസർ മൈക്രോഫോണാണ്. പോപ്പ് അപ്പ് ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള ഒരു വിൻഡ് സ്ക്രീനും അതുപോലെ തന്നെ മൈക്രോഫോൺ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നുള്ള ഒരു മൈക്ക് മൗണ്ടും അതുപോലെ മൈക്രോഫോൺ സൂക്ഷിക്കുന്നുള്ള ഒരു പൗച്ചും ചേർന്നാണ് ഈ പാക്കേജ് വരുന്നത്. പെർമനൻ്റ്ലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻസർ മൈക്രോഫോണാണിത്. പ്രഷർ ഗ്രേഡിയൻ ട്രാൻസ്ഡ്യൂസർ ടെക്നോളജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഐഡിയൽ ഫ്രീക്വൻസി റേഞ്ച് തന്നെയാണ് കമ്പനി ഈ മൈക്രോഫോണിനും അവകാശപ്പെടുന്നത്. ഡൈനാമിക് റേഞ്ചായിട്ട് വരുന്നത് 123 dB ആണ്. അതുപോലെ മാക്സിമം SPL 142 dB ആണ്. നോയ്സ് ലെവൽ 19 dB. ഈ മൈക്രോഫോണിൻ്റെ ഇൻറ്റേർണൽ ഇംപെഡൻസ് എന്ന് പറയുന്നത് 100 ohms ആണ്. കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 48 വോൾട്ട് 3.1 mA ആണ്. ഈ മൈക്രോഫോണിൻ്റെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 310 gram ആണ്. ഈ ലിസ്റ്റിലെ അടുത്ത സ്റ്റുഡിയോ കണ്ടൻസർ മൈക്രോഫോൺ എന്ന് പറയുന്നത് AKGയുടെ പുതിയ മോഡലായിട്ടുള്ള പ്രൊഫഷണൽ C104 ലാർജ് ഡയഫ്രം കാർഡിയോഡ് കണ്ടൻസർ മൈക്രോഫോണാണ്. ഇന്നത്തെ വില ഏകദേശം 8500 രൂപയാണ്. സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു കണക്ഷൻ ഹുക്കോട് കൂടിയാണ് ഈ മൈക്രോഫോൺ ലഭ്യമാകുന്നത്. ഇതൊരു 22mm ഇലക്ട്രിക് കണ്ടൻസർ ഡയഫ്രം ഉള്ള
കാർഡിയോഡ് പിക്കറ്റ് പാറ്റേണുള്ള ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. ഈ മൈക്രോഫോണിനും ഒരു ഐഡിയൽ റെസ്പോൺസ് ആയിട്ടുള്ള 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇലക്ട്രിക്കൽ ഇംപഡൻസ് എന്ന് പറയുന്നത് 200 ohms ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കമെൻഡ് ലോഡ് എന്ന് പറയുന്നത് 1000 ohms ആണ്. ഈ മൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് നോയ്സ് ലെവൽ എന്ന് പറയുന്നത് 14 dB SPL ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 8 dB, മാക്സിമം SPL 143 dB ആണ്. 48 വോൾട്ടിൽ 5 mA ആണ് ഇതിൻ്റെ പവർ കൺസംഷൻ. ഇതിൻ്റെ ടോട്ടൽ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 375 grams ആണ്. ഈ വീഡിയോയിൽ ഒന്നാമത്തെ മൈക്രോഫോണായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് SC ഇലക്ട്രോണിക്സ് X1A പ്രൊഫഷണൽ ലാർജ് കണ്ടൻസർ മൈക്രോഫോണാണ്. ഇന്നത്തെ മാർക്കറ്റ് വില ഏകദേശം 9500 രൂപയോളമാണ്. ഈ വീഡിയോയിലെ മറ്റ് കണ്ടൻസർ മൈക്രോഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു -20 dB പാഡ് കൺട്രോളും അതുപോലെ തന്നെ ഒരു 100 Hz ഹൈ പാസ് ഫിൽറ്ററും ഈ മൈക്രോഫോണിലുണ്ട്. ഇത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 2 സെലക്ടർ സ്വിച്ചുകളിൽ കൂടി നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതും ഒരു ഹൈ ക്വാളിറ്റിയിൽ വരുന്ന കാർഡിയോഡ് പിക്കപ്പ് പാറ്റേണിലുള്ള കണ്ടൻസർ മൈക്രോഫോണാണ്. 16.9 mm ഡയഫ്രമാണ് ഈ മൈക്രോഫോണിൽ വരുന്നത്. ഐഡിയലായിട്ടുള്ള 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ഫ്രീക്വൻസി റെസ്പോൺസാണ് കമ്പനി ഈ മൈക്രോഫോൺ അവകാശപ്പെടുന്നത്. മാക്സിമം SPL 130 dB ആണ്. ഔട്ട്പുട്ട് ഇംപഡൻസ് 50 ohms ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 78 dB ആണ്. ഈ മൈക്രോഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് നോയ്സ് എന്ന് പറയുന്നത് 16 dB ആണ്. സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു കണക്ടറും കൂടി ഈ മൈക്രോഫോണോടൊപ്പം ലഭ്യമാണ്. ഈ മോഡലുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള ആമസോൺ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസുകളും അതുപോലെ തന്നെ ഇത്തരം മൈക്രോഫോണുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പാട്ടുകളും വോയിസ് ഓവറുകളും ഒക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും കാണുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ മറ്റ് സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.